അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ദിവസങ്ങളിലായി ഞാനിട്ട ഒരു വീഡിയോൻ്റെ താഴെ വന്നൊരു കമൻ്റാണ്, നിങ്ങൾക്കൊക്കെ എന്താ പെട്ടെന്ന് ഫലം കിട്ടുന്നത്? എനിക്ക് എത്രയോ ആയി, 2:30 എഴുന്നേറ്റാൽ കിടക്കാറില്ല, ഡിപ്രഷൻ കൂടി, ആത്മഹത്യയെ പറ്റി ചിന്തിക്കുന്നു, വേദന പേടിയാണ്, ഇല്ലെങ്കിൽ ഉറക്ക ഗുളികയെങ്കിലും ചെയ്യണം, ചാവുമോ എന്നറിയാനാണ്. എന്താല്ലേ ഇങ്ങനെയൊക്കെ ഒരു കമൻ്റ് ഇടുമ്പോൾ അവരുടെ മനസ്സിലുള്ള വിഷമം കാരണമാണല്ലോ അവരിങ്ങനെയൊക്കെ പറയണത്. പക്ഷെ നമ്മളിങ്ങനെ വേവലാതിപ്പെടാനോ നിരാശപ്പെടാനോ പാടില്ല. നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കുക. എത്രത്തോളം നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കുന്നുവോ അത്രത്തോളം അള്ളാഹു നമ്മളിലേക്ക് അടുക്കും. അള്ളാഹു നമ്മെ ഒരുപാട് പരീക്ഷിക്കും. ആ പരീക്ഷണത്തിൽ നിന്നൊക്കെ നമ്മൾ വിജയിക്കണം. എല്ലാ അവസ്ഥയിലും അള്ളാഹുവിനാണ് സർവസ്തുതിയും എന്നില്ലേ. നമ്മൾ ഏതൊരവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴും അള്ളാഹു ഒരു മനുഷ്യന് താങ്ങാനാവുന്ന പ്രയാസവും ബുദ്ധിമുട്ടും മാത്രമേ തരുള്ളൂ. എത്ര ആൾക്കാർക്കാണ് നമ്മളിലേക്കാട്ടിലും, നമ്മൾ അങ്ങനെ ഒന്ന് ചിന്തിച്ചാൽ മതി. ഇപ്പോൾ എനിക്ക് തന്നെ എത്രങ്ങാനും പ്രശ്നങ്ങളും എത്രങ്ങാനും പ്രതിസന്ധികളൊക്കെ ഉണ്ട്. അതുപോലെ നിങ്ങൾക്കും ഉണ്ടാകും. പക്ഷെ നമ്മൾ അള്ളാഹുവിനോട് പറയാം, അള്ളാഹു കൈവിടില്ല, അള്ളാഹു എൻ്റെ റബ്ബ് എൻ്റെ കൂടെയുണ്ട് എന്നുള്ള വിശ്വാസം നമ്മളിൽ എപ്പോഴും ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും നമ്മുടെ മനസ്സിന് സമാധാനം കിട്ടും. ഇനി അത് എത്ര വലിയ പ്രശ്നമാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല തരും. എത്ര ആൾക്കാർക്കാണ് ഇപ്പോൾ നമ്മളെ അടിയിൽ തന്നെ ചിലർ നല്ലോണം പൈസ കൊടുത്ത് നല്ല പൈസ കൊടുത്ത് പഠിപ്പിച്ചിട്ട് ജോലി ഇല്ലാതെ നിൽക്കണ എത്ര ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പണമുണ്ട്, പക്ഷേ ജീവിതത്തിൽ മനസ്സമാധാനം ഇല്ലാത്തപോലെ എത്ര ആൾക്കാരുണ്ട്. പക്ഷെ അതിനൊക്കെ മാർഗം എന്ന് പറയുന്നത് അള്ളാഹുവിലേക്ക് അടുക്കുക. ഇപ്പോൾ ഈ ഒരു വ്യക്തി പറഞ്ഞല്ലോ 2:30 എണീക്കണം. ഈ 2:30 എണീറ്റ് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനൊന്ന് ഓതി നോക്കി. അള്ളാഹു സുബ്ഹാനഹു വ തആല തീർച്ചയായും നമ്മുടെ എന്തൊരാവശ്യം ഉണ്ടെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റി തരും. അല്ലാതെ എൻ്റെത് ശരിയായില്ല, എനിക്ക് കിട്ടിയിട്ടില്ല, പക്ഷെ നമ്മൾ ചെയ്യണ കാര്യത്തിന് ആത്മാർത്ഥതയില്ലാതെ ചെയ്താൽ നമുക്ക് അതിന് ഫലം കിട്ടൂല. അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് ഇങ്ങനെ ചോദിച്ചു കൊണ്ടേയിരിക്കുക. അല്ലാതെ നമ്മൾ ചോദിക്കുകയും ചെയ്യാം, എൻ്റെ മാത്രം ശരിയായില്ല, എനിക്ക് മാത്രം കിട്ടിയില്ല, അങ്ങനെ നമ്മൾ പറയാൻ പറ്റില്ല. നമ്മൾ അള്ളാഹുവിലേക്ക് മാത്രം, അള്ളാഹുവിനോട് നമ്മളെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ തെറ്റുകളിൽ നിന്നും നമ്മൾ വിട്ടു നിൽക്കുക. കാരണം നമ്മൾ മനുഷ്യന്മാരാണ്, ഒരുപാട് തെറ്റ് ചെയ്യും. നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ അഡിക്റ്റായി നിൽക്കുന്ന ആൾക്കാരൊക്കെ അതിൽ നിന്നൊക്കെ കുറച്ചൊക്കെ വിട്ട് നിന്നിട്ട് നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുക. ജീവിതത്തിൽ ധാരാളം സ്വലാത്ത് ചൊല്ലി നോക്കിയും സ്വലാത്ത് ചൊല്ലിയിട്ടൊക്കെ അള്ളാഹുവിനോട് ദുആ ചെയ്താൽ ആ പ്രാർത്ഥനയ്ക്ക് എന്തായാലും ഉത്തരമുണ്ടെന്നാണ്. മുത്തുനബിയുടെ പേരിൽ സലാം ചൊല്ലിയ ദിവസവും അങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക. അല്ലാതെ എൻ്റെ കാര്യം ശരിയായില്ല, ഞാനും നിങ്ങളെപ്പോലെ ഇതിന് മുന്നേ അങ്ങനെയൊക്കെ ഇങ്ങനെ വിചാരിച്ചിന്, എന്താ എനിക്ക് റബ്ബ് മാത്രം ഇത്ര പ്രയാസം തരുന്നത്, ഇത്ര ബുദ്ധിമുട്ട് തരുന്നത്, അസ്തഗ്ഫിറുല്ലാഹൽ അദീം. അങ്ങനെ നമ്മൾ ചിന്തിക്കാൻ പോലും പാടില്ല എന്നാണ്. നമ്മൾ അള്ളാഹുവിനോട് നമ്മളെ കാര്യങ്ങൾ ഏൽപ്പിക്കാൻ ഏറ്റവും ഉത്തമന് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. നമ്മളെ കാര്യങ്ങൾ ബിസ്മി ചൊല്ലി ഭരമേൽപ്പിക്കാൻ ഏറ്റവും ഉത്തമന് അള്ളാഹു മാത്രമാണ്. കാരണം നമ്മൾ വേറൊരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെ. പക്ഷേ നമ്മളിപ്പോൾ ഈ കമൻ്റായിട്ട് അറിയിക്കുമ്പോൾ എന്താ അറിയുമോ, നമ്മളാരും അറിയണില്ല. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഇങ്ങളും അറിയണില്ല, ഞാൻ നിങ്ങളെയും അറിയണില്ല. പക്ഷേ നമ്മൾ പരസ്പരം ഓരോരുത്തരുടെയും ബുദ്ധിമുട്ടുകൾ നമുക്ക് മനസ്സിലാവും. പക്ഷെ നമുക്കപ്പോൾ ചെയ്യാൻ പറ്റുക ഇവർക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയും.
അങ്ങനെ പരസ്പരം എല്ലാവരുടെ പ്രയാസങ്ങൾ മാറാനൊക്കെ ദുആയിൽ ഉൾപ്പെടുത്തുക. അങ്ങനെ നമ്മൾ ദിവസവും നമ്മൾ ഖുർആൻ ഓതുക, നിസ്കരിച്ച് അങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇങ്ങനെ നടന്നു നോക്കി. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ എന്തായാലും ഏതൊരു പ്രതിസന്ധിയാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ കരകയറ്റും. നമ്മളതിൽ നിന്നൊക്കെ നമ്മൾ രക്ഷപ്പെടും. ഇങ്ങനെ ചെയ്തു നോക്കി. നമ്മൾ ഇപ്പം നിങ്ങൾ പറഞ്ഞു 2:30ക്ക് എണീക്കുന്നുണ്ട്. ആ 2:30ക്ക് എണീറ്റിട്ട് 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പരിശുദ്ധ ഖുർആൻ അങ്ങനെ ഓതി നോക്കി. അല്ലാതെ നമ്മളെ മനസ്സിൽ ഇങ്ങനെ പാടില്ല, എൻ്റെ കാര്യം അല്ലാഹു ശരിയാക്കി തരില്ല, അങ്ങനത്തെ എല്ലാവർക്കും കൊടുക്കണ്ടല്ലോ, എന്താ വെച്ചാൽ മാത്രം തരാത്ത ഞാനിതൊക്കെ ചെയ്യണ്ടല്ലോ. നമ്മളങ്ങനെ ഒരിക്കലും വിചാരിക്കാനേ പാടില്ല. നമുക്കും തരും റബ്ബ്. അല്ലാഹു എല്ലാ അടിമകളെയും വ്യത്യസ്തങ്ങളായ പല പരീക്ഷണങ്ങളെ കൊണ്ട് പരീക്ഷണങ്ങൾ കൊണ്ട് പല രീതിയിലൊക്കെ നമ്മൾ വിജയിക്കണം. നമ്മൾ അല്ലാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുക. മൻ ജദ്ദ വജദ്ദ, പരിശ്രമിച്ചാൽ വിജയമുണ്ട് എന്നാണ്, അതിലൊരു സംശയവും വേണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെയൊക്കെ ചെയ്തു നോക്കി. ഇനി ഇതുപോലുള്ള പ്രശ്നങ്ങളുള്ളവരൊക്കെ ഉണ്ടാവും ഇപ്പോൾ വീഡിയോ കാണുന്നവർ. അപ്പോൾ ഇതുപോലുള്ള പ്രശ്നങ്ങളുള്ളവരൊക്കെ ഇങ്ങനെ ചെയ്ത് നോക്കി. 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക, രാവിലെയൊക്കെ നേരത്തെ എണീറ്റിട്ട് പരിശുദ്ധ ഖുർആൻ ഓതുക, 5 വക്ത് നിസ്കാരം ഖളാ ആക്കാതെ നിസ്കരിക്കുക. അതുപോലെ തന്നെ സ്വലാത്ത് ചൊല്ലുക, കൂടുതൽ ഇസ്തിഗ്ഫാർ ചൊല്ലുക. ഇനി പുണ്യ റമദാനൊക്കെ അല്ലേ വരുന്നത്. ഈ ശഅബാൻ തന്നെ ഓരോ ദിവസത്തിനും ഓരോ ദിനത്തിനൊക്കെ എന്തുമാത്രം പ്രത്യേകതകളുണ്ടെന്നറിയോ. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ അമലുകളൊക്കെ സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇപ്പോൾ നിങ്ങൾക്ക് ഓരോ പ്രശ്നങ്ങളുണ്ട്, അതുപോലെ എനിക്കുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ. ഞാൻ അതിൽ നിന്നൊക്കെ കരകയറിയ ഓരോ കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ അമലുകളൊക്കെ സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കി, ഫലം ഉറപ്പാണ്. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.